സ്മാൾ ആംഗിൾസിന് എക്സും വൈ എന്നുള്ള രീതിക്ക് ഡിനോട്ട് ചെയ്യുക. എക്സും വൈയും കൂട്ടിയാൽ നമുക്കറിയാം റൈറ്റ് ട്രയാങ്കിളിൻ്റെ അതർ സൈഡ് 90 ഡിഗ്രി ആയതുകൊണ്ട് ബാക്കി ടോട്ടൽ 3 ആംഗിൾസും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് വരുന്നുണ്ടാവുക. അതിൽ ഒന്നാമത്തത് 90 ഡിഗ്രിയാണ്. ഈ 90 ഡിഗ്രി 180 നിന്ന് കുറച്ചാൽ ബാക്കി 90 ഡിഗ്രിയും ഈ സ്മാൾ ആംഗിൾസ് ആയിട്ടുള്ള 2 ആംഗിൾസിൻ്റെയും കൂടി സമ്മേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90 ഡിഗ്രി എന്നുള്ളത്. ഇനി രണ്ടാമത്തെ നമുക്കൊരു ഹിൻഡ് തന്നിട്ടുണ്ട്, എക്സ് എന്ന് വൈ കുറച്ച് കഴിഞ്ഞാൽ 20 ഡിഗ്രിയാണ് കിട്ടണത് എന്നുള്ളത്. ഈ 2 ഇക്വേഷൻസും കമ്പയർ ചെയ്യുക, അതായത് രണ്ടും കൂടി കൂട്ടുക. രണ്ടും കൂടി കൂട്ടുമ്പോൾ 2x ഈക്വൽ ടു 110 എന്ന് കിട്ടും, എക്സ് ഈക്വൽ ടു 110/2 ഈക്വൽ ടു 55 ഡിഗ്രി എന്ന് കിട്ടും. അത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, അതായത് അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20 ഡിഗ്രി എന്നുണ്ട്. അതിൽ എക്സ് 55 ആണെങ്കിൽ 55 മൈനസ് വൈ ഈക്വൽ ടു 20, അതല്ലെങ്കിൽ മൈനസ് വൈനെ ലെഫ്റ്റ് സൈഡിലത് റൈറ്റ് സൈഡ് കൊണ്ടുപോവുക. അപ്പോൾ വൈ ഈക്വൽ ടു 55 മൈനസ് 20, റൈറ്റ് സൈഡിലെ 20 ലെഫ്റ്റ് സൈഡ് കൊണ്ടുപോകും -20, അപ്പോൾ 35, വൈ ഈക്വൽ ടു 35 എന്ന് കിട്ടും. ഇനി വേറെ രീതിക്ക് ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെയെന്ന് വെച്ചാൽ എക്സും വൈയും ഒന്ന് കുറക്കുക, ഒന്നിനൊന്ന് കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2y ഈക്വൽ ടു 90 മൈനസ് 20 അത് എത്രയാണ് കിട്ടുക, 70 എന്ന് കിട്ടും. 2y 17 ആണ്. y ഈക്വൽ ടു 70 ഡിവൈഡഡ് ബൈ 2 35 എന്ന് കിട്ടും. y 35 ആണ്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20 ആണ്. അതിൽ y ആണ് 35, മൈനസ് 35നെ റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 35 കിട്ടും. 20 പ്ലസ് 35 ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 55 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അത് ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് സ്പീഡിൽ പോയിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വെൻ എ ലാർജർ number is divided by a smaller number, the quotient and remainder are both 2. When 5 times the smaller is divided by the larger, the quotient and remainder are still both 2. What are the numbers എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്കറിയില്ല, സ്മാളർ നമ്പറും ഉണ്ട്, ബിഗർ നമ്പറും ഉണ്ട്, ലാർജർ നമ്പറും ഉണ്ട്. സ്മാളർ നമ്പറിനെ എക്സ് എന്നും ലാർജർ നമ്പറിനെ വൈ എന്നും ഡിനോട്ട് ചെയ്യുക. ലാർജർ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ സ്മാളർ നമ്പർ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ വൈ ആണ്. എക്സ് ബൈ വൈ എന്ന് പറയുന്നത് അതിൽ നമുക്ക് കോഷ്യൻ്റ് കിട്ടണത് റിമൈൻഡർ കിട്ടുന്നതും 2 ആണ്. കോഷ്യൻറ്റും റിമൈൻഡറും 2 ആണ്. അതായത് കോഷ്യൻ്റ് 2 ആണ്, റിമൈൻഡർ 2 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? y ഇൻറ്റു സ്മാളർ നമ്പർ ഇൻറ്റു 2 കോഷ്യൻ്റ് ആണ്, പ്ലസ് റിമൈൻഡർ 2, അതാണ് ബിഗ്ഗർ നമ്പർ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബിഗ്ഗർ നമ്പർ എക്സിന് റിലേഷൻ കിട്ടിയിട്ടുണ്ട് 2y + 2 എന്നുള്ളത്. 2y + 2 ഒന്നാമത്തെ ഇക്വേഷനായി. രണ്ടാമത്തത് എന്താണ്? വെൻ 5 ടൈംസ് സ്മാളർ നമ്പർ 5 ടൈംസ് ആണ് 5y, സ്മാളർ y ആണ്. 5y ഇസ് ഡിവൈഡഡ് ബൈ എ ലാർജർ നമ്പർ. അത് നമ്മൾ ലാർജർ നമ്പർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. കോഷ്യൻറ്റും റിമൈൻഡറും 2 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 5y എന്ന് പറയുന്നത് കിട്ടുന്നത് 5y ഈക്വൽ ടു എക്സ് ഇൻറ്റു 2x. ബാക്കി എക്സ് ഇൻറ്റു 2 കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എന്താണ്? കോഷ്യൻ്റാണ് എക്സ് ഇൻറ്റു എക്സ് ആണ്. കോഷ്യൻ്റ് 2 ആണ്, റിമൈൻഡറും 2 ആണ്. അപ്പോൾ 2x + 2 എന്ന് കിട്ടും. 5y ഈക്വൽ ടു 2x + 2, 5y ഈക്വൽ ടു 2x + 2 എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇത് രണ്ടാമത്തെ ഇക്വേഷനാണ്. ഈ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കമ്പയർ ചെയ്യുക. അതായത് എക്സിൻ്റെ വാല്യൂ 2y + 2 ആണ് ഒന്നാമത്തേലുള്ളത്. ആ എക്സിൻ്റെ തുക രണ്ടാമത്തേൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെയായിട്ട് ചേഞ്ചസ് വരുത്തുക? 5y ഈക്വൽ ടു 2 ഇൻറ്റു 2y + 2, 2y എക്സിന് ബദലായിട്ട് 2y + 2 എന്ന് കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, +2 എന്ന് ചെയ്യുക. അപ്പോൾ 5y ഈക്വൽ ടു 2 ഇൻറ്റു 2y 4y, 2 ഇൻറ്റു 2 4 + 2, 4ഉം 2ഉം കൂട്ടി 6. 5y ഈക്വൽ ടു 4y + 6 ആണ്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള 4yനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ -4y ആവും. അപ്പോൾ 5y - 4y ഈക്വൽ ടു 6 ആണ്. അതായത് y ഈക്വൽ ടു 6 എന്ന് കിട്ടി. y 6 ആണ്. y 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ഡിവൈഡഡ് ബൈ y എത്രയാണ് കിട്ടിയിട്ടുള്ളത്? അല്ല, എക്സിന് ഒരു ഇക്വേഷൻ നമ്മൾ ചെയ്തിട്ടില്ലേ, എക്സ് ഈക്വൽ ടു 2y + 2 എന്നുള്ളത്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 2y + 2 ആണ്, y 6 ആണ്. അപ്പോൾ വൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക 6 എന്ന്. അപ്പോൾ 2 ഇൻറ്റു 6 12 + 2 14. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 14 ആണ്. എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ബൈ വൈ ചെയ്യുമ്പോൾ 14/5 ചെയ്യുമ്പോൾ റിമൈൻഡറും കോഷ്യൻ്റും 2 കിട്ടും. അതേപോലെ തന്നെ 5y/x ചെയ്യുമ്പോൾ, അതായത് y എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു 6, y ഈക്വൽ ടു 6 ആണ്. അപ്പോൾ 5 ഇൻറ്റു 6 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 30 ആണ്. 30 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 14 ആണ്. 30 ഡിവൈഡഡ് ബൈ 14 ചെയ്യുമ്പോൾ കോഷ്യൻ്റും റിമൈൻഡറും 2 കിട്ടുന്നുണ്ട്. അതൊന്ന് വർക്കൗട്ട് ചെയ്യുക. ഡൗട്ട്സ് ഉള്ളതൊക്കെ ക്ലിയർ ആയിട്ട് ചോദിക്കുക. ശരി.